അപ്പൊ ഞങ്ങള് ചെറിയൊരു കുറേ ദിവസമായിട്ട് ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നലെ ബ്രദറിൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോയ ചെറിയ വിശേഷവും ചെറിയൊരു യാത്രാ വിശേഷമൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയണ്ടാവും കേട്ടോ ബ്രദറിന്, അതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നതിനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ അറിയണ്ടാവും. അപ്പോൾ വിശേഷങ്ങളും കുറച്ച് യാത്രാ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാം കേട്ടോ. അപ്പൊ ഞങ്ങള് ചെറിയൊരു ഔട്ടിങ് ഇറങ്ങിയതാണ്. അപ്പൊ ഇന്നലെ പെങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, അസമോളുടെ പരിപാടി ഉണ്ടായിരുന്നു സ്കൂളില്. അസേ ഇന്ന് എന്തൊക്കെയാ നമുക്ക് ഉണ്ടായിരുന്ന പ്രോഗ്രാം? ബൈത്തുണ്ടായിരുന്നു. ഇന്നലെ എന്തായിരുന്നു? എങ്ങോട്ടാ പോകണമെന്ന് ഞങ്ങൾ തീരുമാനം അടിച്ചിട്ടില്ല. എങ്ങോട്ടാ പോകണ്ടേ സനിയോ? സനിയോ മലമ്പുഴ ഇന്ന് രാവിലെ ഇവർ പറഞ്ഞിരുന്നു. പക്ഷെ ഉച്ചയ്ക്ക് കുട്ടീൻ്റെ പരിപാടിയായിട്ട് ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞിട്ട്. പക്ഷെ അത് ക്യാൻസൽ ആയിപ്പോയി, സമയം വൈകിയത് കാരണം. നാളെക്കുള്ള കഥ ഉണ്ടായി, നമ്മുടെ പുതിയ കഥ സർപ്പഗതി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 25 മിനിറ്റിന് വേണം. പിന്നെ നമ്മുടെ ദക്ഷ അതൊരു 20 മിനിറ്റിൻ്റെ മുകളിൽ. അപ്പോൾ അത് രണ്ടും പാട് ചെയ്തിട്ട് നമുക്ക് പോകാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിട്ട് ഇപ്പോൾ വെട്ടത്തൂർ എത്തിയിരിക്കുകയാണ്. ഇവരൊക്കെ പാട് ചേരുമ്പോൾ ഭയങ്കര രസമാണ്. ഞങ്ങൾ ഇന്നലെ ചേർന്നിട്ട് വൈഫ് ഇന്നലെ നല്ല ബിരിയാണി ഉണ്ടാക്കി, പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കി. അവിടെ കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൈപ്പുണ്യാണ്. വളരെ നല്ല അഭിപ്രായം. സുന്ദരിയും സുമുഖിയും ആരോഗ്യത്തിന്റെ രാത്രി അഭ്യസ്തി വിജയ സർവോപരി എല്ലാ ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം ഞാൻ തരുന്നതാണ്. വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകുന്ന ആൾക്കാർ കോഴി കൊക്കണല്ലോ കുഞ്ഞിമാനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. എന്റെ പെങ്ങളായതുകൊണ്ട് പറയാന്നല്ല. അപ്പൊ കുഞ്ഞിമാനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു സെന്റിന് 5 ലക്ഷം രൂപ വരേണ്ടതുണ്ടെങ്കിൽ അതിന്റെ അടുത്ത് വന്നിട്ട് കുഞ്ഞിമ വന്നൊരു 6 മാസം താമസിക്കാൻ ആ സെന്റിന് 5000 രൂപ ആയിട്ട് വരെ കുറയും. അത്രയും നല്ല. അതേപോലെ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്രകൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സന്തോഷ് ജോർജ് കുളങ്ങരയാണ് എൻ്റെ ഒരു റോൾ മോഡൽ. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളൊക്കെ എന്ന് പറയുമ്പോൾ ഇതാ കുറേ കാലം പഠിക്കുന്നു, ജോലി നേടുന്നു, പെണ്ണിട്ടുന്നു, കല്യാണം കഴിക്കുന്നു. അതായത് മൂപ്പിൽ പറഞ്ഞൊരു വാചകമുണ്ട്, ജീവിതം എന്ന് പറയുന്നത് നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ഒരു ബസ്സിൽ വന്നിട്ട് ഒരു ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ആ ബസ് സ്റ്റാൻഡിൽ കണ്ട് തിരിച്ചു പോകുന്ന യാത്രക്കാരാണെന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ലോകത്ത് 198 രാജ്യങ്ങളോളം ഉണ്ട്. നമ്മൾ എത്ര രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട്? ഈ ഒരു എത്ര രാജ്യം കണ്ടിടണോ? ഒരു സൗദി, ഒരു ഇന്ത്യ അല്ലേ? അത് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങൾ ചെണ്ടിരിക്കണം? 30 ചില്ലാനം സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ യാത്രകൾ എന്ന് പറയുമ്പോൾ റിഫ്രഷാണ്. മനുഷ്യന്റെ മനസ്സിന് എത്ര സങ്കീർണമായ പ്രശ്നങ്ങളിൽ നിന്നും ഒരാശ്വാസം കിട്ടുന്ന സംഭവമാണ് യാത്രകൾ എന്ന് പറയുന്നത്. മടുപ്പിക്കാത്ത യാത്രകൾ, നല്ല സൗഹൃദങ്ങളോടൊപ്പമുള്ള യാത്രകൾ, ഫാമിലിയോടൊപ്പമുള്ള യാത്രകൾ. ഇന്ന് തന്നെ നമ്മളിപ്പോൾ എത്ര ചിരിച്ചു അല്ലേ? എവിടേക്ക് പോകുന്നു എന്നല്ല, നമ്മൾ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ്. വെറുതെ ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ സനുന്നത് ഇന്ന് ട്രിപ്പ് പോകാത്ത ഫീലിംഗ് ഇരിക്കണമായി ഇരുന്നിട്ട് വേണമെങ്കിൽ യാത്ര പോകാൻ ശീലം ചിരിച്ചാണ്ടും പോകാം. അപ്പൊ അതല്ല ചോദ്യം ഇതാണ്. അതായത് ഇതൊരു പച്ചക്കറിയാണ്. ഈ പച്ചക്കറി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു പേരാണ്. ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പേര് തിരിച്ചിട്ടതാണ് അതിന്റെ പേര്. സെയിം പേര് തന്നെയാണ്, പക്ഷെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു പേരും നമ്മളതുകൊണ്ട് ഒരു സാധനം ഉണ്ടാക്കി. ആസിമ പറഞ്ഞ ഉത്തരം മുളക് വെച്ചിരുന്ന നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോ. ഞങ്ങളൊന്നും ഇങ്ങനെ കുഞ്ഞിമ്മ വന്നപ്പോ വെറുതെ ഇങ്ങനെ ഇറങ്ങിയതാണ്. സനു കഴിച്ചോ? അപ്പൊ എന്താണ് സനുവിന്റെ മുഖത്തേക്ക് നല്ല ക്ലൈമറ്റ് ആണെന്ന്. മഴ പെയ്തിട്ട് കുറെ കാലത്തിന് ശേഷം മഴ പെയ്താണ്. അപ്പൊ ഇവരെ കൂട്ടിയാണ്ട് അടുത്തേക്ക് വേണ്ടി പോകുമ്പോഴാണ് ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചാണെങ്കിൽ ഇറങ്ങണം. ഐഷുമൊക്കെ നാണം വന്നിക്കാണ്. ഐഷുമ അസാപ്പിക്കുന്ന നാണാണ്, എല്ലാവർക്കും നാണാണ്. അപ്പൊ എങ്ങനെ ഇറങ്ങിയാലും മേലറ്റു ഞങ്ങൾ പട്ടിക്കാട് കൂടി അങ്ങനെ പാണ്ടിക്കാട്. ഇല്ലല്ല എന്റെ കുട്ടി പാട്ട് പഠിക്കാം. മറ്റേ ഇന്ന് നമുക്ക് പരിപാടി ഉണ്ടായിരുന്നു, നസക്കിന്ന് പരിപാടി ഉണ്ടായിരുന്നു. ഇന്ന് എന്തായിരുന്നു നസ ഉണ്ടായിരുന്നു നമുക്ക്? ഇന്ന് ബൈത്തു, ഇന്നലെ മലയാള സോങ്ങാ. പോവല്ലേ നമുക്കെന്നാ? അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട യാത്ര. ഓൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര അനുഭൂതിയാണല്ലോ യാത്ര ഇഷ്ടപ്പെടുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ദൂരമൊന്നും പോയിട്ടില്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് യാത്ര ചെയ്യാത്തവരൊന്നും ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ? അതൊരു വല്ലാത്തൊരു വൈബാണ്.
അപ്പോൾ അതാ ഇന്നിപ്പോൾ ഞങ്ങൾ ഒരുപാട് ദൂരമൊന്നും പോയിട്ടില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോവുക ചെയ്തിട്ടോ. അസുമോളെ പരിപാടിയൊക്കെ ഉണ്ടായതുകൊണ്ട് ടൈമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്നാലും ആ ഒരു കുറച്ച് ടൈം ഭയങ്കര രസമാട്ടോ, അവൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ വല്ലാത്തൊരു വൈബാട്ടോ. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ